ഞങ്ങൾക്ക് ഈ പറയുന്ന ഒരു സ്ഥലത്തും ഞങ്ങൾക്ക് വേറെ വോട്ടില്ല. ഞങ്ങൾക്ക് പാലക്കാട് മാത്രമേ വോട്ടുള്ളൂ. ഈ വീട് എനിക്ക് ഉള്ളിടത്തോളം കാലം, ഞങ്ങൾ ഇവിടെ താമസിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഇവിടുത്തെ വോട്ടർ തന്നെയായിരിക്കും. സരിൻ പോകുന്നതിന് ശേഷം ഈ പരിപാടികൾക്കൊക്കെ തുടർന്ന് വിളിക്കുന്നുണ്ടോ? വിളിച്ചാൽ ഞാൻ പോകും. അതാണ് എനിക്ക് പറയാനുള്ളത്. അഫിലിയേഷൻ ഉണ്ടോ? അങ്ങനെയില്ല, കാഴ്ചപ്പാടുകൾ. ഞാൻ വ്യക്തികൾക്കാണ് എപ്പോഴും പ്രാധാന്യം കൊടുക്കാറുള്ളത്. കാര്യം നല്ല വ്യക്തികൾ എല്ലാ പാർട്ടികളിലും ഉണ്ട്. നമസ്കാരം. പാലക്കാട്ടെ കാറ്റിന് ഇപ്പോൾ നല്ല ചൂടും കൂടി ഏറി വരുന്ന ഒരു സമയമാണ് ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും. ആ ചൂടൊക്കെ ഒരു വീട്ടിലും കുറച്ചൊന്ന് കടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അത് സന്ദീപ് വാര്യർ BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയപ്പോഴല്ല, അതിന് മുൻപുള്ള ഒരു മാറ്റമാണ് ഒരു വീടിനെ കൂടി പിടിച്ചുലച്ചത്. അതായത് ഒരു വീട് കൂടി ഒരു തെരഞ്ഞെടുപ്പിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയത്. ആ വീടിന്റെ ഉടമ എൻ്റെ കൂടെയുണ്ട്, ഡോക്ടർ സൗമ്യ സരിൻ. നമസ്കാരം. വീട്ടുടമസ്ഥ എന്നുള്ളൊരു പരിചയപ്പെടുത്തൽ ആദ്യമായിട്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ വീടും ഇപ്പോൾ ഒരു കഥാപാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ശരിക്കും ഇവിടുത്തെ വോട്ടറാണോ? ശരിക്കും ഇവിടുത്തെ വോട്ടറാണ്. അപ്പൊ ഇത്തവണ പക്ഷേ വോട്ട് ചെയ്യുമ്പോഴേക്കും നേരത്തെ വോട്ട് ചെയ്ത് ശീലിച്ച ചിഹ്നത്തിൽ ചെയ്യുമോ അതോ മറ്റൊരു ചിഹ്നത്തിൽ ചെയ്യേണ്ടി വരുമോ? അത് നമുക്ക് ആലോചിക്കേണ്ട കാര്യമാണ്. ഒന്ന് പ്രൊഫഷന്റെ ഭാഗമായ ചിഹ്നമാണ്, അതിനോട് കുറച്ച് സ്നേഹം കൂടുതൽ കാണുമല്ലോ. നിശ്ചയമായിട്ടും ഉണ്ടാവും. പിന്നെ ആ വ്യക്തിയോട് കുറച്ചുകൂടി അധികം സ്നേഹമുണ്ട്. അതെ, ആ വ്യക്തി ഇവിടെ ചിഹ്നം എന്ന് പറയുന്നത് നമ്മുടെയും ചിഹ്നമാണ്. ആണ്. അപ്പൊ സ്റ്റെതസ്കോപ്പിനോടുള്ള പ്രണയം തുടരും. നിശ്ചയമായും തുടരും. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വന്നാലേ, ഈ ഒരു ആന്റി ക്ലൈമാക്സ് പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്തപ്പോ? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരിക്കലും ഇല്ല. ആക്ച്വലി ആന്റി ക്ലൈമാക്സ് എന്നുള്ളതല്ല, ഇത്രയും കൂടുതൽ എന്താ പറയാ, ട്വിസ്റ്റുകൾ ഒന്നല്ലല്ലോ, ഒന്നിന് പുറകെ ഒന്നായിട്ട് പുതിയ 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 കാര്യങ്ങളല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു ഇലക്ഷൻ എന്റെ ഇല്ല, ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ നമ്മളെക്കാൾ പ്രായമുള്ളവരുടെ ഓർമ്മയിൽ വേറെ ഏതെങ്കിലും ഒക്കെ കഥകളൊക്കെ ഉണ്ടാവും, ഈ കൂടുവിട്ട് കൂടുമാറ്റം. അതെ. പിന്നെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇതുപോലെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയുന്നത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊക്കെ ഇത്ര വലിയ ചർച്ച ആവാനും, ഇത് നാട്ടിൽ മുഴുവൻ ചർച്ചയാണ്. കാര്യം ഇതിലും വലിയ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഹിസ്റ്ററി അറിയുന്നവർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ സമീപകാലത്ത് ഇത്രയും ചർച്ചയായ മറ്റൊരു സംഭവമില്ല. ശരിക്കും ഡോക്ടർ പി സരിൻ കോൺഗ്രസിൽ നിന്നിരുന്നെങ്കിൽ ഇത്രയും ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറില്ലായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതിപ്പോ എന്തായാലും അങ്ങനെ ആവുമല്ലോ. ഇപ്പൊ കോൺഗ്രസിൽ തന്നെ നിൽക്കുമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഒരു ഇലക്ഷൻ തന്നെ നോർമലായി അങ്ങ് കടന്നുപോയേനെ. കാര്യമായിട്ടുള്ള ഒരു ഡിജിറ്റൽ മീഡിയ പ്രചരണം ഒക്കെ ആയിട്ട് വളരെ ഇത്രയും സംഭവബഹുലമാവുമായിരുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. സംഭവബഹുലമായ ഒരു സീനിലെ ഒരു പ്രധാന കഥാപാത്രമായിട്ടാണ് നിൽക്കുന്നത്. അതിന് ടെൻഷൻ ഉണ്ടോ സരിന്? എപ്പോഴും ഒരു തിടുക്കവും ഒരു ടെൻഷനും ഒക്കെ ഒരു ഓട്ടത്തിലും ഒക്കെ കാണുന്നുണ്ട്. അതായത് ഓരോ വോട്ടും പ്രധാനപ്പെട്ടതാണ്. അടുത്ത ആളെ കാണണം, അതെന്താ ഇതെന്താ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സരിനെയാണ് ഞാൻ കുറച്ചു മുമ്പ് കണ്ടത്. അല്ല, ഞാൻ ആ സരിനെ കാണാൻ തുടങ്ങിയിട്ട് 21 വർഷമായി. 21 വർഷം. അതെ. അപ്പൊ പ്രണയകാലം മുതലേ എങ്ങനെയാണ്? അതെ. ഞാൻ 2003 സരിനെ പരിചയപ്പെടുന്നത്. അന്ന് മുതൽ ഒരു സൗഹൃദമായിട്ടായിരുന്നു തുടക്കം. പിന്നെ കൂടുതൽ ആളെ അറിയും തോറും ആൾക്ക് നമുക്ക് ഈ ഇരട്ട മുഖം എന്ന് പറയുന്ന, നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ അധിക ശതമാനം ആളുകൾക്കും അതുണ്ട്. നമ്മൾ പലപ്പോഴും ഉള്ളിലുള്ളത് പുറത്തേക്ക് കാണിക്കാൻ നമ്മൾ പലപ്പോഴും മടിക്കും. നമ്മൾ ചിലപ്പോൾ പുറത്തേക്ക് ചിരിക്കും. സൗമ്യ അങ്ങനെയാണോ? ഞാൻ ഒരു പരിധിവരെയൊക്കെ അങ്ങനെയാണ്. കാരണം ഇപ്പോഴത്തെ ശരിക്കുള്ള ചിരിയാണോ? ഇപ്പോഴത്തെ ശരിക്കുള്ള ചിരിയാണ്. പക്ഷെ കുറച്ചൊക്കെ നമ്മൾ അങ്ങനെയാണ് അധിക ശതമാനം ആളുകളും എന്നുള്ളതാണ് ഡോക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം എല്ലാം പുറത്തേക്ക്. പക്ഷെ സരിനെ സംബന്ധിച്ച് സരിൻ ഒരു തുറന്ന പുസ്തകമാണ്. സരിന്റെ ഉള്ളിൽ എന്താണോ അത് പുറത്തേക്ക് വന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും ഇപ്പൊ ഒരു ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വിധേയനായ പോലെയാണ് സരിനെ പൊതുവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലുള്ളതെല്ലാം അപ്പോഴേ പറയാണ്. അപ്പോ അതിപ്പോ ദേഷ്യമാണെങ്കിൽ, ഇപ്പൊ സരിൻ ആത്മാർത്ഥമായിട്ട് പറയുന്ന ഒരു കാര്യത്തിനെ അനാവശ്യമായി പ്രൊവോക്ക് ചെയ്യുക, സത്യം അറിഞ്ഞിട്ടും നമ്മളോട് വീണ്ടും നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യാജ സർട്ടിഫിക്കറ്റ് കാര്യം ഇതൊക്കെ വി ഡി സതീശൻ വിളിച്ചപ്പോഴത്തേക്കും അങ്ങനെയാണ് ഈ വോട്ട് ചേർത്തതെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഒരു വിഷമം തോന്നിയില്ലേ? കാരണം അവർക്കൊക്കെ വേണ്ടി അവരുടെ പരിപാടികളിലൊക്കെ ഒരു സ്ഥിരം മുഖമായിരുന്നല്ലോ സൗമ്യ. അതെന്തായാലും നമ്മളെ പറ്റി ഇപ്പൊ ഇതൊക്കെ മാറ്റി നിർത്തിയാൽ പോലും നമ്മുടെ സത്യസന്ധത അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ വ്യാജം എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് നിശ്ചയമായിട്ട് നമുക്ക് സങ്കടം വരുമല്ലോ. കാര്യം അങ്ങനെ ഒരു കാര്യമില്ല എന്നുള്ളത് അവർക്കും അറിയാം, നമുക്കും അറിയാം. എന്നിട്ടും ഒരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി അനാവശ്യമായി നമ്മളെ വലിച്ചഴക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് വളരെയധികം റോങ് ഫീഡ് കിട്ടിയിട്ട് ചെയ്തതായിരിക്കുമോ? അതിനും സാധ്യത ഇല്ലാതില്ല. പക്ഷെ ഇതൊക്കെ ഒരു ചെറിയ കാര്യമാണോ? കൃത്യമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. അപ്പോൾ അതൊരു മാധ്യമത്തിലോ അല്ലെങ്കിൽ ഒരു മാധ്യമമല്ല, കേരളം മുഴുവൻ കേൾക്കത്തക്ക രീതിയിൽ പറയുന്ന സമയത്ത് അത് എന്തായാലും നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. ഈ വീടിനെ പറ്റി സൗമ്യ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന വേളയിൽ അത് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു, സൗമ്യ അവിടെ വീട് നേരത്തെ വാങ്ങിയതല്ലേ എന്നൊരു സംശയം അവിടെ ചോദിക്കുകയാണ്. അതിനുശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ ശരിയാണ് 2017-18 അല്ലേ? ഞാൻ ആക്ച്വലി ഞാൻ 5 വർഷം പാലക്കാട് നെന്മാറ അവൈറ്റിസ് ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യൻ ആയിരുന്നു. ഞാൻ 2018 അവിടെ ജോയിൻ ചെയ്തിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ വാങ്ങിയ അത് വലിയൊരു മോഹവും സ്വപ്നവും ഒക്കെ ആയിരുന്നു.
സ്വന്തമായിട്ട് എനിക്ക് ഞാൻ പാലക്കാടുകാരിയാണ്, പാലക്കാട് ജില്ലയിൽ ജനിച്ചു വളർന്ന ആളാണ്. അപ്പൊ പാലക്കാട് ഒരു വീട് വേണം എന്ന്. ശരിക്കും വീട് എവിടെയാ? പാലക്കാട്. തിരുവല്ലാമല. അതെ അതെ, സരിൻ ജനിച്ചതും വളർന്നതും 10ാം ക്ലാസ് വരെ, ഞങ്ങളുടെ രണ്ടുപേരുടെയും 10ാം ക്ലാസ് വരെയുള്ള ജീവിതം എന്റെ മണ്ണാർക്കാടും സരിന്റെ തിരുവല്ലാമലയായിരുന്നു. അപ്പോൾ തിരുവില്ലാമല പ്ലസ് മണ്ണാർക്കാട് ആ കോമ്പിനേഷൻ ഇപ്പോൾ പാലക്കാട് നഗരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നഗരസഭയുടെ താഴെയാണല്ലേ വോട്ട് വരുന്നത്? ഇതെല്ലാം പക്ഷേ സി കൃഷ്ണകുമാർ വി.ഡി. സതീശൻ കടന്നാക്രമിച്ചതുപോലെ സരിനെയോ സൗമ്യയോ കടന്നാക്രമിക്കുന്ന കണ്ടില്ല. എന്തുകൊണ്ടാകാം? അദ്ദേഹത്തിന് ഈ യാഥാർത്ഥ്യം അറിയാവുന്നത് കൊണ്ടായിരിക്കും. കാരണം നിങ്ങൾ കരമടയ്ക്കുന്ന മുനിസിപ്പാലിറ്റിയിലാണ്. അതെ, ഞാൻ 2018 ഇതൊന്നും ഒരു രഹസ്യമൊന്നുമല്ല. ഇപ്പൊ ഞങ്ങള് ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പ് നമ്മൾ അഫിഡവിറ്റ് വെക്കണമല്ലോ, നമ്മുടെ എന്തൊക്കെ നമുക്ക് ആസ്തികളുണ്ട്, കാര്യങ്ങൾ, അതിലെല്ലാം ഈ പറയുന്ന എല്ലാ ഡോക്യുമെന്റ്സും കൊടുത്തതാണ്. നമ്മളിത് രഹസ്യമാക്കി വെച്ച ആസ്തിയൊന്നുമല്ല. ആകെ കുറച്ച് കാര്യങ്ങളുള്ളത് കൃത്യമായിട്ട്. അപ്പൊ അത് ഭാര്യയുടെ ആസ്തികളും അവിടെ സബ്മിറ്റ് ചെയ്യണം. അതിൽ ഇതിന്റെ കരമടച്ച റെസിപ്റ്റുകളും ഇതിന്റെ ആധാരവും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇപ്പൊ 2023 വരെ കുറച്ച് പേര് ഒരു ഫാമിലി വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ആക്ച്വലി അവര് വാടകയ്ക്ക് പോലും അല്ല താമസിക്കുന്നത്. അത് കുടുംബ സുഹൃത്തെന്നാണ് സരിൻ പറഞ്ഞത്. കുടുംബ സുഹൃത്താണ്. അത് നമ്മുടെ ഒരു ഡോക്ടറും ഫാമിലിയും തന്നെയാണ്. അപ്പോൾ അവരെ ആക്ച്വലി നമുക്ക് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വീടൊന്നും മര്യാദയ്ക്ക് നോക്കണം. കാര്യം ഞാൻ ഇപ്പോൾ ഷാർജയിലിടയിൽ സരിൻ വേറെ ഫ്ലാറ്റിൽ വല്ലതും പോയി താമസിച്ചോ? അതായത് ഈ വീട്ടിലല്ല, സൗമ്യയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിലല്ല, മറ്റൊരിടത്താണ് താമസം. കഴിഞ്ഞ 3 മാസമായിട്ട് നമ്മളൊരു വാടക വീട് കൂടി എടുത്തിരുന്നു. കാരണം ഈ പറഞ്ഞല്ലോ, ഈ അവിടെ നിൽക്കുന്ന ഫാമിലി എന്ന് പറയുന്നത് അവിടെ 2 വയസ്സായ അമ്മൂമ്മമാരുണ്ട്, ഒരാൾ ബെഡ്ഡനാണ്. അപ്പോൾ നമ്മളെ കാണാൻ ആളുകൾ വരിക, അറിയാലോ സരിന്റെ ഒരു ജീവിത രീതി അനുസരിച്ച് കുറേ പേര് കാണാൻ വരും. അപ്പൊ അവർക്കതൊരു ബുദ്ധിമുട്ട് ആവുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഒരു 3 മാസം മുന്നേ ഒരു വാടക വീട് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു 100 മീറ്റർ അപ്പുറം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ വാടക വീട് വെച്ചിട്ടായിരിക്കും ആ വീടിന്റെ അഡ്രസ്സിൽ ഇല്ല എന്ന് വെരിഫൈ ചെയ്തത്. അങ്ങനെയാണ് ഒരു ഫാക്ട് ചെക്കിംഗ് ടീം അപ്പോൾ ശരിക്കും കോൺഗ്രസിൽ ഇല്ല. സരിൻ പോയതോടെ ഡിജിറ്റൽ മീഡിയയിലും അങ്ങനെ ഒരു ഫാക്ട് ചെക്കിങ്ങിനുള്ള ആളില്ലാതായോ? അത് എനിക്കറിയില്ല. പക്ഷെ അവർ പറഞ്ഞത് ഞാൻ പിന്നെയും കേട്ടപ്പോൾ അവർ പറയുന്നത് ഈ വാടക വീട് വെച്ചിട്ട് ഇവർ 3 മാസം മുമ്പെയാണ് വാടക വീട് എടുത്തത്. അവിടെ 6 മാസം താമസിച്ചിട്ടില്ല. അത് വെച്ചിട്ട് പക്ഷെ ഞങ്ങൾ ഹാജരാക്കിയ രേഖകളിൽ കൃത്യമായിട്ട് അഡ്രസ് ഉണ്ട്. ആ അഡ്രസ് എന്റെ ഉടമസ്ഥതയിലുള്ള വീടിന്റെ അഡ്രസ്. സരിന്റെ ഹോം അഡ്രസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഈ വീടാണ്, വാടക വീടല്ല. അപ്പൊ അതുപോലും പരിശോധിക്കാതെയുള്ള ഒരു ആരോപണമാണ്. അപ്പോൾ അതിന്റെ ഒരു ഗൗരവം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ കൂടുതലാണ്. കാരണം സ്ഥാനാർത്ഥിയുടെ ഭാര്യയുടെ ഒക്കെ ഒരു സത്യസന്ധതയാണ് അവിടെ ചോദ്യം ചെയ്യുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാവും? അല്ല, അതിനേക്കാൾ കൂടുതൽ ആക്ച്വലി നമുക്കിപ്പോ ആ വാർത്താ സമ്മേളനം കണ്ടവർക്കും അറിയാം. സരിൻ കുറച്ച് വികാരപരമായിട്ട് സംസാരിച്ചു. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ മനഃപൂർവ്വം ഇതേ ഇരട്ട വോട്ടാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് 2 മണ്ഡലങ്ങളിൽ വോട്ടുള്ളവരാണ് പലരും. അപ്പൊ അതുമായിട്ട് നമ്മുടെ പ്രശ്നം കൂട്ടിക്കെട്ടാൻ, അതായത് ആ സമയത്താണ് വാർത്ത വന്നത്. ഞങ്ങൾ തന്നെയാണ് ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. മലമ്പുഴ മണ്ഡലത്തിൽ വരുന്ന കൊടുമ്പ് പഞ്ചായത്തിലുള്ളവരെ പാലക്കാട് മണ്ഡലത്തിലെ കണ്ണാടിയിൽ കൊണ്ടുവന്ന് ചേർത്തിരിക്കുകയാണ്. അടുത്തടുത്തുള്ള പഞ്ചായത്തുകളാണ്. അപ്പോൾ അതും ഇതും കൂടി ചേർത്ത് വെക്കുന്ന തരത്തിലാണ് അത് വ്യാഖ്യാനിക്കപ്പെട്ടത്. അതാണ് നമ്മുടെ വ്യാജ വോട്ട് പോലുമല്ല, എന്നിട്ട് ഇരട്ട വോട്ടുമായിട്ടാണ് നമ്മുടെ കാര്യത്തെ. ശരിക്കും മണ്ണാർക്കാട് നിന്നുള്ള വോട്ടൊക്കെ മാറ്റിയതല്ലേ? എന്നോ മാറ്റിയതാണ്. കാര്യം മണ്ണാർക്കാടുള്ള വോട്ട് ഒറ്റപ്പാലത്ത്, ഞങ്ങൾ എത്രയോ വർഷമായിട്ട് ഒറ്റപ്പാലത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നു. സരിന്റെ അച്ഛന്റെ ചികിത്സ ഒറ്റപ്പാലം താലൂക്ക് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു. അച്ഛൻ ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. അച്ഛൻ മരണപ്പെട്ടു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എൻ്റെ മോൾ അവിടെ കേന്ദ്രീയ വിദ്യാലയയിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ സരിൻ കഴിഞ്ഞ ഇലക്ഷൻ അവിടെയാണല്ലോ മത്സരിച്ചത്. അപ്പോൾ എത്രയോ വർഷമായിട്ട് അവിടെയായിരുന്നു ഞങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അതൊക്കെ ഞങ്ങൾ മാറ്റി. ഞങ്ങൾക്ക് അവിടെ ഇപ്പോൾ വോട്ടില്ല, നമ്മൾ വോട്ട് മാറ്റിയതാണ്. അതായത് സരിന് ഒറ്റപ്പാലത്തില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ മാത്രമേ. സൗമ്യക്ക് മണ്ണാർക്കാടും ഇല്ല. ഇപ്പൊ നമുക്ക് ഇവിടെ മാത്രം. ഞങ്ങൾ പ്രശ്നം അതാണ് എനിക്കും അറിയാത്തത്. പക്ഷെ ഇതെല്ലാം പറഞ്ഞതിന് ശേഷവും അവിടെയുള്ള ചിലർ അത് മനഃപൂർവ്വം ചോദിച്ചതാണെന്ന് കൃത്യമായിട്ട് എനിക്കും മനസ്സിലായ കാര്യമാണ്. അവർ ഇതിനെ ഇക്വേറ്റ് ചെയ്യുന്നത് ഇരട്ട വോട്ടുള്ള ഏതോ BJPയുടെ, എനിക്ക് അതിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല, BJPയുടെ ഏതോ ലീഡറിന് പട്ടാമ്പി, BJPയുടെ ജില്ലാ പ്രസിഡന്റിന് പട്ടാമ്പിയിലും ഇവിടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 1 വർഷമായിട്ട് താമസിക്കുന്നതുകൊണ്ട് ആ അഡ്രസ്സിൽ ഇപ്പോൾ വോട്ടുണ്ട്. അപ്പൊ ഈ മണ്ഡലത്തിൽ വോട്ടുണ്ടെന്നുള്ളതാണ് പ്രശ്നം. പട്ടാമ്പിയിലും വോട്ടുണ്ട്. അതല്ലേ ഇരട്ട വോട്ട്? ഞങ്ങൾക്ക് ഈ പറയുന്ന ഒരു സ്ഥലത്തും ഞങ്ങൾക്ക് വേറെ വോട്ടില്ല. ഞങ്ങൾക്ക് പാലക്കാട് മാത്രമേ വോട്ടുള്ളൂ. ഇതിലെന്താണ് നിയമപരമായിട്ട് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് പറഞ്ഞിട്ടാണ് അവർ നമ്മളെ അനാവശ്യമായി. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇനി ഈ വോട്ട് മാറ്റുമോ? കാരണം സരിൻ മത്സരിക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെ വോട്ട് മാറ്റുന്നു എന്നാണ്. നമുക്ക് ഓരോ സ്ഥലത്തും പോയിട്ട് വീട് വാങ്ങാൻ പറ്റുമോ? ഇത് ആകെ ഞങ്ങളുടെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ ഒരേ ഒരു പാലക്കാട്ടെ വോട്ടറായിരിക്കും. പിന്നെന്താ? ഇനി ആർക്കും ഒരു സംശയം വേണ്ട, ഡോക്ടർ സൗമ്യ സരിൻ പാലക്കാട്ടെ വോട്ടറായിരിക്കും, സൗമ്യയുടെ സ്വന്തം വീടിന്റെ അഡ്രസ്സിൽ. അതെ. ഈ വീട് എനിക്ക് ഉള്ളിടത്തോളം കാലം, ഞങ്ങൾ ഇവിടെ താമസിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഇവിടുത്തെ വോട്ടർ തന്നെയായിരിക്കും. പിന്നെ ഇതൊക്കെ ഒരു പൗരന്റെ മൗലിക അവകാശമല്ലേ. ഇപ്പോൾ നാളെ എന്തെങ്കിലും ഭാവിയിൽ എനിക്ക് വേറെ എങ്ങോട്ടെങ്കിലും മാറേണ്ടി വരികയാണ്, ഞാൻ ഈ വീട് വിൽക്കുകയാണ്, ഞാൻ വേറൊരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യാൻ
ഞാനിപ്പോൾ ഷാർജയിലാണ് താമസിക്കുന്നത്. ഇനി തിരിച്ച് 4-5 വർഷം കഴിയുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് അറിയില്ല. അതിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് മാറ്റേണ്ടി വന്നേക്കാം. ഇതൊക്കെ ഇതിനാണല്ലോ ഇതിനുള്ള പ്രൊവിഷൻ, നമുക്ക് വോട്ട് ചേർക്കാനും വോട്ട് മാറ്റാനും ഒക്കെയുള്ള അധികാരങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ തരുന്നത്. അതിന് നമ്മൾ നിയമപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തെങ്കിൽ എന്താണ് ഇത്ര പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു ടെൻഷൻ ഒരുപക്ഷെ ഈ കോൺഗ്രസിനെയും അതുപോലെ തന്നെ BJP-യെയും CPM-നെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നാക്രമിക്കുന്ന ഒരു രാഷ്ട്രീയ ആക്രമണം ഉണ്ടല്ലോ. അപ്പൊ ആ രാഷ്ട്രീയ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ചെയ്തതായിരിക്കാം. ഇതിപ്പോ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ശരിക്കും ഇഷ്യൂസ് അല്ല, നോൺ ഇഷ്യൂസ് ആണ്, വിഷയമല്ലാത്ത കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പ്രോബ്ലം എന്താണെന്നറിയോ, ഇതൊക്കെ നമ്മൾ പറയാറില്ലേ, സത്യം ചെരിപ്പിടുമ്പോഴേക്കും നുണ 4 വട്ടം ഉലകം. നീല ട്രോളിയെ പറ്റിയൊക്കെ എന്ത് തോന്നുന്നു? കാശ് വന്നിട്ടുണ്ടാവോ ആർക്കറിയാം. അല്ല, ഒരു 7 കൊല്ലം കോൺഗ്രസിന്റെ ഒരു കൂടെ ഉണ്ടായിരുന്ന, സരിനൊപ്പം ഉണ്ടായിരുന്ന, കോൺഗ്രസിന്റെ വേദികളൊക്കെ പങ്കിടുന്ന പങ്കിടാറുണ്ട്. പക്ഷെ ഞാൻ ആക്ച്വലി ഞാൻ പാർട്ടിക്കാരിയാണോ കോൺഗ്രസ്കാരിയാണോ? ഒരിക്കലും അല്ല. ഞാൻ ഒരു പാർട്ടിയും, കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളൊരു പാർട്ടിയുമായിട്ട് നമ്മളെ കൂട്ടിക്കെട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. കാര്യം നമുക്ക് അറിഞ്ഞോ അറിയാതെയോ വരുന്നൊരു വിധേയത്വം. പലപ്പോഴും അവർ ചെയ്യുന്ന തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ന്യായീകരിക്കേണ്ടി വരും. ഇന്നിപ്പോ അതാണല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, അതായത് പറയുന്ന കാര്യം പൂർണ്ണമായും തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അവർ പറയുകയാണ്. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ലോകത്ത് ഇത് കുറച്ചു കാലം അങ്ങ് ഓടിയാൽ മതി. കുറെ പേര് തെറ്റിദ്ധാരണയ്ക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു വഴിപ്പെട്ട് കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന ലാഭം മാത്രമാണ് പലരും നോക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞാൻ ആക്ച്വലി എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ എനിക്ക് സോഷ്യലി റെലവെന്റ് ആണെന്ന് തോന്നുന്ന വിഷയങ്ങൾ സ്വതന്ത്രമായി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നമ്മളൊരു പൊളിറ്റിക്കലി ന്യൂട്രൽ ആയിട്ടാണ് പലപ്പോഴും സൗമ്യ തോന്നിയിട്ടുള്ളത്. പക്ഷെ കൂടുതൽ കണ്ടിട്ടുള്ളത് കോൺഗ്രസുമായി അത് സരിനുള്ളത് കൊണ്ട് കൂടെ. അതിപ്പോ ബേസിക്കലി നമുക്ക് അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മുടെ ലൈഫ് പാർട്ണർ ഒരു പാർട്ടിയെ പ്രതിനിധാനം ചെയ്ത് നിൽക്കുമ്പോൾ ഇപ്പൊ എന്നെ ഒരു ക്ലാസ്സിന് വിളിക്കുന്നത് അല്ലെങ്കിൽ എന്നെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവരായിരിക്കും. ഇപ്പോൾ ഞാൻ ഷാർജയിൽ പോയതിനു ശേഷം ഇൻകാസിന്റെയും KMCC-യുടെയും പരിപാടികളാണ്. കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന സരിൻ പോകുന്നതിന് ശേഷം ഈ പരിപാടികൾക്കൊക്കെ തുടർന്ന് വിളിക്കുന്നുണ്ടോ? വിളിച്ചാൽ ഞാൻ പോകും. അതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്നെ അങ്ങനെ ഒരു അനാവശ്യമായിട്ടുള്ള ശത്രുത ഞാൻ ആരുമായിട്ടും വെക്കാറില്ല. എന്നോടും ആരും അത് കാണിക്കരുതെന്ന്. ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ 2 രീതിയിലും, അതായത് സൗമ്യ പങ്കെടുത്തിരുന്ന ഇൻകാസ് അടക്കമുള്ള വേദികളിലും തുടരാം. സരിനിപ്പോൾ ഇടതുപക്ഷത്തിനൊപ്പമാണ്, അപ്പോൾ ഇടതുപക്ഷത്തെ വേദികളിലും എത്താം. ഞാൻ പറയുന്നത് വിളിക്കണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. പക്ഷെ ഞാൻ എന്നെ ഒരു ആര് വിളിച്ചാലും, BJP ഒരു പരിപാടിക്ക് വിളിച്ചാൽ ഞാൻ ആ പരിപാടിയുടെ അതിന്റെ ഒരു എന്താണ് അതിന്റെ ഒരു ക്രെഡിറ്റ് എന്നാണ് നോക്കാറുള്ളത്. അല്ലെങ്കിൽ അവരെന്തിനാണ് പരിപാടി നടത്തുന്നത്, ഡോക്ടറിനുള്ള ഒരു പ്രൊഫൈലിനെ മാനിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇപ്പൊ കുട്ടികൾക്കായിട്ടൊരു പുസ്തകമൊക്കെ എഴുതി ആ പുസ്തകത്തെ അധികരിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയാണെങ്കിൽ ഇപ്പോൾ ഏത് ഒരു പാർട്ടി, അതായത് നിരോധിക്കപ്പെട്ട പാർട്ടികളെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. ഇവിടെ നമ്മുടെ ഇവിടുത്തെ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഏത് ഒരു സംഘടന ഇപ്പൊ എന്നെ ഒരു അച്ഛനമ്മമാർക്കുള്ള ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിക്കുകയാണ്, അതിന്റെ ഉദ്ദേശശുദ്ധി നല്ലതാണല്ലോ. ഞാൻ അവിടെ പോയി സംസാരിക്കുന്നത് ആളുകൾക്ക് അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനു ഞാൻ അതിന് മടിക്കണം? അതിനെന്തിനാ ആ പാർട്ടി ഏതാണ്, ആ പാർട്ടിയുടെ കൊടി എന്താണെന്ന് ഞാൻ നോക്കാറില്ല. അതായത് ഒരു ഇൻഡിപെൻഡന്റ് വ്യൂ പോയിന്റ്, അതായത് തികച്ചും പൊളിറ്റിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഡോക്ടർ സൗമ്യ സരിനാണ്. പൊളിറ്റിക്കലി ന്യൂട്രൽ എന്ന് പറയുമ്പോഴും എനിക്ക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള അങ്ങനെയില്ല, കാഴ്ചപ്പാടുകളുണ്ട്. കാര്യം ചിലപ്പോ അത് ഒരു പാർട്ടി ചെയ്യുന്നത് നല്ലത് എന്നായിരിക്കും. വ്യക്തിനിഷ്ഠമാണോ പാർട്ടിനിഷ്ഠമാണോ നിലപാട്? എനിക്ക് വ്യക്തിനിഷ്ഠമായിട്ടാണ് ഞാൻ കൂടുതലായിട്ട്. കാരണം ഇപ്പോൾ സരിൻ മത്സരിക്കുന്നു, അപ്പോ നേരത്തെ എവിടെയാണോ ചേർന്ന് നിന്നത് അവിടെ വോട്ട് ചെയ്യുക എന്നുള്ളത് പ്രായോഗികമല്ല എന്ന് ചോദിക്കുന്ന എനിക്കും അറിയാം. അതെ, എന്താ വെച്ചാൽ ഞാൻ വ്യക്തികളെ നോക്കുന്നു. നമുക്ക് എത്രത്തോളം അതാണല്ലോ ആവശ്യം. കാര്യം ഒരു പാർട്ടി നല്ലത് ഒരു പാർട്ടി ചീത്ത എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെയാണ് UDF-ന്റെ സ്ഥാനാർത്ഥി, സരിന്റെ എതിർ സ്ഥാനാർത്ഥി? എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാത്ത ഒരാളാണ്. അപ്പോ ഞാനും ഈ പറയുന്ന പോലെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ഒരു തവണ പോലും കണ്ടിട്ടില്ല. വോട്ട് ചോദിച്ചു വന്നോ? പാലക്കാട്ടെ വോട്ടറല്ലേ? ഇല്ല, ഞാൻ എന്നെ കണ്ടിട്ടില്ല. സരിന് കൈ കൊടുത്തില്ല, അപ്പൊ ഡോക്ടർ സൗമ്യ സരിന് കൈ തരുമോന്ന് അറിയാനാണ്. ഞാൻ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ വോട്ട് ചോദിക്കാത്തൊരു വോട്ടർ ഇവിടെയുണ്ട്. കൃഷ്ണകുമാർ വോട്ട് ചോദിച്ചിരുന്നോ? സി കൃഷ്ണകുമാർ ചോദിച്ചില്ല. ഞാനിപ്പോ വന്ന് 2 ദിവസമല്ലേ ആയത്, അതുകൊണ്ടായിരിക്കാം ആരും വേറെ വോട്ട് ചോദിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് സരിൻ വോട്ട് ചോദിച്ചല്ലോ. സരിൻ വോട്ട് ചോദിച്ചിട്ടില്ല, സരിനും ചോദിച്ചിട്ടില്ല. വ്യക്തികളാണ്, ഞാൻ വ്യക്തികൾക്കാണ് എപ്പോഴും പ്രാധാന്യം കൊടുക്കാറുള്ളത്. കാര്യം നല്ല വ്യക്തികൾ എല്ലാ പാർട്ടികളിലുമുണ്ട്. അതായത് ചീത്ത എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മാനസികമായിട്ടുള്ള ചില മനോവൈകല്യങ്ങൾ സൂക്ഷിക്കുന്നവര്, ശത്രുത സൂക്ഷിക്കുന്നവര്, വെറുപ്പ് സൂക്ഷിക്കുന്നവര്, അങ്ങനെയുള്ളവരും എല്ലാ പാർട്ടിയിലും ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന സൈബർ അറ്റാക്കുകളും സൈബർ ബുള്ളിങ്ങുകളും ഒക്കെ വരുന്നത് അങ്ങനെയുള്ള ആളുകളിൽ നിന്നാണ്. അതിനെ നമ്മൾ അടച്ചാക്ഷേപിക്കുന്നതിൽ അർത്ഥമില്ല. അതെ, നമ്മളിപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഡോക്ടർ സൗമ്യ സരിൻ ഉണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. സരിൻ മത്സരിക്കുകയാണ്. അപ്പോൾ ക്യാമ്പയിൻ ഇപ്പൊ ഇന്നും നാളെയും കൂടെ ക്യാമ്പയിൻ പരസ്യ പ്രചാരണം ഉള്ളൂ. പ്രചാരണത്തിന് ഇറങ്ങി കണ്ടില്ല, ഇന്ന് നാളെയും ഇറങ്ങുന്നുണ്ടോ? ഞാൻ ആക്ച്വലി സരിന്റെ കൂടെ നടന്ന്, അതായത് ഓരോ സ്ഥലത്തും പോയി ആ ഒരു പ്രചാരണം ഉണ്ടല്ലോ, അതിൽ ഭാഗമാകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് പറ്റുന്ന, അതായത് സരിൻ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ പറഞ്ഞല്ലോ, 21 വർഷത്തെ എന്റെ ഒരു ഉറപ്പാണ്.
അപ്പോൾ ഞാൻ ഒരു വോട്ടറായിട്ട് നോക്കുന്നത് ഇപ്പോൾ പാലക്കാടിന് വേണ്ടി ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് പാലക്കാടിന് അതുകൊണ്ട് ഗുണമുണ്ടാവുമോ എന്നുള്ള ഒറ്റ കാര്യമാണ് ഞാൻ ചിന്തിക്കുക. സരിൻ ജയിച്ച പാലക്കാട് ഗുണം ഉണ്ടാവുമോ? 101% ഉണ്ടാവുമെന്നാണ് സരിനെ അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എൻ്റെ അഭിപ്രായം. കാരണം സരിൻ കുറച്ചു മുമ്പ് സുജയ കണ്ടതാണല്ലോ, അല്ലെങ്കിൽ ഭയങ്കര പങ്ക്ച്വലാണ്, സിസ്റ്റമാറ്റിക് ആണ്. ഒരു കാര്യം വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടി ഒരു ഗോ ഗെറ്ററായിട്ടാണ് എനിക്ക് സരിനെ തോന്നിയിട്ടുള്ളത്. അത് അങ്ങനെ തന്നെയാണ്. അപ്പോ അത് ഞാൻ അറിയുന്ന കാലം മുതൽ സരിൻ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് സരിന് കൃത്യമായിട്ടുള്ള വിഷൻസ് ഉണ്ട്. അതായത് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ ചെയ്തു തീർക്കണം എന്നുള്ളത്. സരിന്റെ എനിക്ക് തോന്നിയത് കോൺഗ്രസിനുള്ളിലായിരുന്ന സരിൻ ഇപ്പോൾ പുറത്തേക്ക് വന്നപ്പോഴേക്കും പെട്ടെന്ന് ആ ഒരു കേഡർ ശൈലിയിലേക്ക് നടത്തമായാലും സംസാരമായാലും ഒക്കെ പെട്ടെന്ന് തന്നെ പരുവപ്പെടുത്താനായിട്ട് സരിന് കഴിയുന്നുണ്ട്. സരിൻ അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് ഇൻ ഡിസ്ഗൈസ് കോൺഗ്രസിലായിരുന്നു. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിട്ട് സരിൻ അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് മാറാൻ കഴിയില്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ പറയാറില്ലേ എല്ലാ മതത്തിന്റെയും അന്തസത്ത നല്ലതാണ് അത് പറയുന്ന പോലെ ഏതൊരു പാർട്ടിയാണെങ്കിലും ഒരു ജനപ്രതിനിധി അത് ആര് ഏത് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധി ആണെങ്കിലും എന്താണ് ചെയ്യേണ്ടത്? ബേസിക്കലി ജനങ്ങൾക്ക് നല്ലത് ചെയ്യുക, അല്ലെങ്കിൽ ആ നാടിന് നല്ലത് ചെയ്യുക. അത് ആ നന്മ സരിന്റെ കയ്യിലുണ്ട്, അത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ക്യാമ്പയിന്റെ കാര്യം ചോദിച്ചത്, എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ആളുകളോട് എനിക്ക് ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ പറ്റുന്നത്, നിങ്ങൾ സരിന് ഒരു വോട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വോട്ട് പാഴാവില്ല. നിങ്ങളൊരു ചാൻസ് കൊടുക്കുകയാണെങ്കിൽ ആ ചാൻസ് അല്ലെങ്കിൽ ആ ഒരു അവസരം സരിൻ 21 വർഷത്തെ അറിവിൽ നിന്ന് പറയുന്ന വാക്കുകളാണ്. അത് സരിന് സരിനെ അത്രകാലമായിട്ട് അറിയുന്ന ആർക്കും അറിയുന്ന കാര്യമാണ്, ഈ വിമർശിക്കുന്നവർക്കും അറിയുന്ന കാര്യമാണ്. തീർച്ചയായും. അപ്പോൾ നമുക്ക് ഈ സംഭാഷണം തൽക്കാലത്തേക്ക് നമ്മൾ പാലക്കാട് കോട്ടയൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടു. ഡോക്ടർ പി സരിനൊപ്പം എന്തുകൊണ്ടാണ് സൗമ്യ സരിനെ കാണാത്തത് എന്ന ചോദ്യത്തിൽ അർത്ഥമില്ല. ഇവിടൊക്കെ തന്നെയുണ്ട്, ഇൻവിസിബിൾ ആയിരുന്നു, ഇപ്പൊ കുറച്ച് വിസിബിൾ ആകാൻ പോവാണ്. നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.